വീട്ടിൽ പഴമൊക്കെ പഴുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ ഒരു സ്വീറ്റ് ഹലുവ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് പഴം വേണമെങ്കിലും നമുക്ക് എടുക്കാം. കഷ്ടി 1 കിലോളം ഉണ്ട്. പിന്നെ പഴത്തിനനുസരിച്ചിട്ടുള്ള ശർക്കരപ്പൊടി, മധുരത്തിന് ഇത് ചേർക്കാം. ഏലക്കായ ഇവിടെ ഒരു 2, 3, 4, 5 എടുത്തിട്ടുണ്ട് ഞാൻ. അതിൻ്റെ ഒരു ഫ്ലേവർ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ സാധാരണ ഹലുവ ഉണ്ടാക്കുന്ന പോലെ ഒരു അടിക്കട്ടിയുള്ള പാത്രത്തിൽ നെയ്യ് ഒഴിച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് വറുത്ത് കോരി ഇടാം. ഇനി നമ്മുടെ അരപ്പ്, പഴം, ശർക്കര, ഏലക്കായ അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് നല്ലതുപോലെ വെള്ളം വറ്റണ രീതിയിൽ ഇളക്കിയെടുക്കണം. ഒരു 10 മിനിറ്റൊക്കെ ധാരാളം മതിയാവും കേട്ടോ. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അത് ഒന്ന് ഗ്ലേസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യ് ചേർക്കാം. ഇനി വേണ്ടത് കോൺഫ്ലവറാണ്, അല്ലെങ്കിൽ കൂവപ്പൊടി ആയാലും മതി. ഞാനിവിടെ കൂവപ്പൊടിയാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. 2.25 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒരു ഡ്രൈ ആയിട്ട് ഒന്ന് കട്ടയായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സും മുന്തിരിയും ഒക്കെ ഇട്ട് ഒന്നും കൂടി ഇളക്കി പാത്രത്തിൽ നിന്നൊക്കെ ഇളകി വരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു ഗ്രീസ് ചെയ്ത പാനിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വാഴയിലയിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. 2-3 മണിക്കൂർ കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതേ അളവിൽ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. ഞാനിതൊക്കെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് എൻ്റെ രമമ്മയ്ക്കാണ് കേട്ടോ. ഇത് ഇത്ര ഈസി ആൻഡ് ടേസ്റ്റി ആണെന്ന് ഇത് ഉണ്ടാക്കി നോക്കി കഴിഞ്ഞപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. വിഷുവൊക്കെ വരികയല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന റെസിപ്പിയാണ് കേട്ടോ. എല്ലാം കൂടി ഒരു 1/2 മണിക്കൂർ, അത് തന്നെ ധാരാളം.